എൻ്റെ അമ്മ എൻ്റെ ചേട്ടനോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിനക്ക് 27 വയസ്സില്ലേ, നീ എന്ത് പൈസ ഇവിടെ കൊണ്ടുവന്ന് തരുന്നുണ്ട്, ഈ വീട് എങ്ങനെ നടക്കുന്നതെന്ന് നിനക്കറിയാവുമെന്ന്. അപ്പോൾ എൻ്റെ ലൈഫിലും എനിക്കൊരു ഗോൾസ് ഉണ്ടായ ടൈം തൊട്ട് ഞാൻ ഗോളൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര പ്രോമിസസ് ഒക്കെ ചെയ്യും. പക്ഷേ ലൈഫിൽ ചെറിയൊരു ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ തന്നെ അതിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി എന്നിട്ട് ഞാൻ മൈൻഡ്ലെസ് ആയിട്ട് സ്ക്രോൾ ചെയ്ത് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ച് ആ പ്രോമിസ് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെയും റിഗ്രറ്റ് അടിച്ച് പിന്നെയും പ്രോമിസ് ചെയ്ത് ഇങ്ങനെ ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അല്ലാതെ എവിടെയെങ്കിലും എത്തണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള റൈറ്റ് ഡിസിഷൻ എടുക്കുന്നില്ല. ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ആക്ച്വലി ഞാൻ റിയലൈസ് ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈം വരുന്നവരെ കാത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. നടക്കാനുള്ള എന്തായാലും നടക്കും, അത് കഴിയുകയും ചെയ്യും. പക്ഷെ നമ്മൾ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഒരു പോയിന്റിലെത്തുമ്പം നമ്മൾ എങ്ങും എത്തിയില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടാവും. ആ ടൈമിൽ ഒരുപാട് റിഗ്രറ്റ് ഇങ്ങനെ മൈൻഡിലോട്ട് വരും. സോ നടക്കാനുള്ള നടന്നോട്ടെ, പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ജീവിതത്തിൽ എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്തിട്ട് കിടന്നുറങ്ങുക. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടുകാരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കും. നമുക്ക് തന്നെ ഒരു സമാധാനം തോന്നും, നമ്മൾ ഇത്രയെങ്കിലും ചെയ്തിട്ടാണല്ലോ കിടന്നതെന്ന്.